ചങ്ങായിമാർ നമ്മളെ സംഖ്യയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ കുറെ ചിരിച്ച്. ഇനി നിങ്ങളും കൂടി കുറച്ച് ചിരിക്കുക കേട്ടാ. അതായത് നമ്മളെ സംഖ്യയുടെ കരച്ചിലുണ്ടല്ല, ഇനി അങ്ങോട്ട് 5 വർഷം കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതായത് ഇനി അങ്ങോട്ട് 5 വർഷം ഉണ്ടല്ല നമുക്ക് ചിരിച്ച് പണ്ടാരടക്കാന്ന്. എന്തായാലും ഇപ്രാവശ്യം ഉണ്ടല്ല ഏറ്റവും കൂടുതൽ കരച്ചിൽ, വെറൈറ്റി കരച്ചിൽ വന്നത് എവിടുന്നറിയാം? നമ്മുടെ വിസർജനം ടിവിന്റെ ഭാഗത്താണ് വെറൈറ്റി കരച്ചിൽ വന്നിട്ടുള്ളത്. അതായത് വിസർജനം ടിവി കരയുമുണ്ടല്ല, തുടക്കത്തിൽ മുസ്ലിം ഉണ്ടാവും, നടുക്കും മുസ്ലിം ഉണ്ടാവും, ലാസ്റ്റ് മുസ്ലിം ഉണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ടാണ് സംഖ്യ ഉണ്ടല്ല ഒരൊന്നൊന്നര കരച്ചിൽ കരയുന്നത്. ഇന്നലെ നമ്മളെ VD സതീശനുണ്ടല്ല മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തുടങ്ങിയ കരച്ചിലാണ് നമ്മളെ സംഖ്യകളെ. അത് നിന്നിട്ടേയില്ല, ഒരൊറ്റ ധാരധാരയായിട്ടുള്ള കരച്ചിലാണ് സംഖ്യകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കുണ്ടല്ല VD സതീശൻ മുഖ്യമന്ത്രിയായതില് മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിസർജന സംഖ്യകൾ കരയുന്ന ആ മനോഹരമായ വെറൈറ്റി കരച്ചിലൊന്ന് കേട്ടിട്ട് വന്നാലോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനം ടിവിയും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും ഒക്കെ പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നത്. അതായത് കേരളത്തെ ഒരു മുസ്ലിം സ്റ്റേറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലമായി ഇവിടെ നടന്നു വരികയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം സംസ്ഥാനമായി മുസ്ലിം സ്റ്റേറ്റായി കേരളത്തെ മാറ്റാനുള്ള തീവ്ര മുസ്ലിം ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അത് ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ അവസാനമാണ്, അതിന്റെ തുടക്കം നല്ല പറയുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നതിന്റെ സൂചനയാണ് VD സതീശനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണമെന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പറയുകയും മുസ്ലിം ഗ്രൂപ്പുകളുടെ അടിമയായിട്ടുള്ള VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞത് മുസ്ലിം ഗ്രൂപ്പുകളുടെ അടിമയാണ് VD സതീശൻ. അങ്ങനെയുള്ള ഒരു അടിമ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മുസ്ലിം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ സങ്കല്പം ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിന്റെ അവസാന ഘട്ടമാണ്. ഇനി ഇതിൽ അവസാനിക്കുന്നില്ല. അതായത് ഇപ്പോൾ VD സതീശനെ പോലെ ഇവർ പറയുന്നത് കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി വന്നു, അതിൽ അവസാനിക്കുന്നില്ല. കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വേണം എന്ന സ്റ്റേജിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഈ അടിമ സംഖ്യകളിലെ വിസർജന ടിവിയിലെ അടിമ സംഖ്യകൾ ഇവരെ കരച്ചിലുണ്ടല്ല ഓരോ ദിവസം കഴിയുന്നതിനാ വെറൈറ്റി ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഞാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരോടും ലീഗാരോടും ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് കിട്ടി ഈ ഭരണമില്ലേ, ഈ ഭരണം നിങ്ങൾക്ക് കിട്ടില്ല, BJPക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? കുറച്ച് ദിവസം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ല 5 വർഷം, വരുന്ന 5 വർഷം ഉണ്ടല്ല ഈ സംഖ്യകൾ ഇങ്ങനെ കരഞ്ഞിട്ടില്ല 5ാമത്തെ വർഷമാകുമ്പോഴത്തേക്ക് ഇവരുടെ കണ്ണുനീര് കൊണ്ടൊരു പ്രളയം കേരളത്തിൽ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട്. എന്റെ കുരുവൊട്ടിയ വിസർജന സംഖ്യകളെ VD സതീശനിലെ മൂപ്പരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് UDF ഉണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ ചങ്ങായിരുന്നു കഴിഞ്ഞ 5 വർഷം ഉണ്ടല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ മൂപ്പരുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടില്ലേ, അതിൽ വമ്പിച്ചൊരു വിജയം നേടിക്കഴിഞ്ഞില്ലേ മൂപ്പറല്ലാതെ പിന്നെ ആരെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത്? എന്റെ വിസർജനം വേട്ടാവളിയ സംഖ്യകളെ ഞാൻ കേരളത്തിലെ മനുഷ്യന്മാരോടൊക്കെ ചോദിക്കട്ടെ, ഈ പച്ച വർഗീയത മാത്രം പറഞ്ഞ ഈ വിസർജന സംഖ്യകളില്ലേ അവരൊക്കെ ഭക്ഷണം തന്നെയാണോ കഴിക്കുന്നുണ്ടാവുക? രാവിലെ ഉണരുന്നത് തൊട്ടിട്ടുണ്ടല്ല രാത്രി ഉറങ്ങുന്നവരെ ആ വായിനെ കൊണ്ട് പച്ച വർഗീയതയും അന്യമത വിദ്വേഷം മാത്രമല്ലേ ഈ വേട്ടവളിമാർ പറയുന്നുള്ളൂ. അതായത് ഇത്രയും വൃത്തികെട്ട വായ കൊണ്ട് ഇവന്മാർക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടാവുക? എവിടെയല്ലേ ഇവരൊക്കെ തലയിൽ ചാണകം തല്ലുണ്ടല്ല ഭക്ഷണത്തിന്റെ ആവശ്യം ഇവറ്റേക്ക് ഉണ്ടാവില്ല. അതായത് ആവശ്യത്തിന് തലയിലുള്ള ചാണകം ഉണ്ടല്ല ആ ചാണകം മെല്ലെ താഴോട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ട് ഇവന്മാർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമേ ഉണ്ടാവില്ല. കഴിഞ്ഞിട്ടുള്ള വിസർജനത്തിന്റെ കരച്ചില് ഇനി അടുത്ത വെറൈറ്റി കരച്ചിലും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? അന്ന് ശങ്കറും PT ചാക്കി എന്നവർ പിടിച്ചു. പക്ഷേ ഇവർ രണ്ടുപേരാകാതെ പെട്ടെന്നുള്ള മുഖ്യമന്ത്രി അന്ന് ആ ശങ്കർ ഒരു പ്രസ്താവന എടുത്തു, ഒരു പരാമർശം അത് ഇതായിരുന്നു. അതായത് ഞാനൊരു ഈഴം സ്ത്രീയുടെ വയറ്റിൽ പിറന്നുകൊണ്ട് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റാതെ വന്നു. ഇപ്പൊ അതുപോലെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ പല നേതാക്കന്മാരും പറയാൻ വന്നത്. മറ്റൊന്നുമല്ല, എനിക്ക് ലീഗിന്റെ തിണ്ണ നടക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് മന്ത്രിയാകാൻ പറ്റിയില്ല എന്നാകും ഒരുപക്ഷെ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കന്മാരും പറയാൻ. കാരണം മന്ത്രിമാരുടെ കാര്യത്തിലടക്കം ലീഗ് കൈകടത്തൽ നടത്തും. 11 മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാരാണ് കോൺഗ്രസിൽ കിട്ടേണ്ടത്. ഈ 11 എണ്ണത്തിനകത്തും ലീഗ് കൈകടത്താൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വേണം പറയാം. കാരണം മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു, അതും ലീഗ് തീരുമാനിച്ചു. ഇനി ബാക്കിയുള്ള 11 മന്ത്രിമാരുടെ കാര്യത്തിലും 8 മന്ത്രിമാരോളം KC പോലെ പിടിക്കും. പക്ഷേ 8 പേരും ആരൊക്കെ മന്ത്രിമാരാകണമെന്ന് പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാപ്പയും ചേർന്നായിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ലീഗിന്റെ ഒരു സർവാധിപത്യമായിരിക്കും ഈ മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുസ്ലിങ്ങൾ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളില്ലേ ഈ വിസർജന സംഖ്യകൾ കരച്ചിട്ടുണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് തീരുമല്ല. എല്ലാം മൊയന്ത് സംഖ്യ കേരളത്തിലുണ്ടല്ല ഈഴവൻ എത്ര കാലം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്? എന്തിന് നായറായ ഒരു മുഖ്യമന്ത്രി എത്ര കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? അതുപോട്ടെ ക്രൈസ്തവനായ മുഖ്യമന്ത്രിമാർ എത്ര വർഷം കേരളം ഭരിച്ചിട്ടുണ്ട്? പക്ഷെ നിങ്ങളിപ്പോ കുരുപൊട്ടിക്കുന്ന മുസ്ലിമില്ലേ അവരുണ്ടല്ല കേരളത്തിൽ മുഖ്യമന്ത്രിയായത് വെറും ദിവസങ്ങൾ മാത്രമാണ്, 50 ദിവസം മാത്രം. അപ്പൊ കേരളത്തിലെ മുസ്ലിം കണ്ടില്ല ധൈര്യത്തോടെ പറയാൻ പറ്റും ഒരു മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. അവർക്ക് ധൈര്യത്തോടെയും തന്റെ ഇടത്തോടെയും പറയാൻ പറ്റും. പക്ഷെ എന്നിട്ട് സംഖ്യയിലെ അവരുണ്ടല്ല മുഖ്യമന്ത്രിയാകാൻ പറ്റും, ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാകാൻ പറ്റി ഒരു കലാപവും ഒരു പ്രശ്നവും ഇതുവരെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്തിന് ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായപ്പോഴും ഹിന്ദു മുഖ്യമന്ത്രിയായപ്പോഴും അവരുടെ നട്ടലായി അവരുടെ കൂടെ നിന്നിട്ടില്ല മുസ്ലിം ലീഗും മുസ്ലിം മന്ത്രിമാരും തന്നെയായിരുന്നു ചാണക സംഖ്യകളെ. എന്തിനെല്ലാം വിട് ഈ ഇലക്ഷൻ ഉണ്ടല്ല ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഉണ്ടല്ല മുസ്ലിം ലീഗിന്റെ
സപ്പോർട്ടിലുണ്ടല്ല മലപ്പുറത്ത് വൻ വിജയം നേടി. അതും ആരെയാണ് ആ ക്രൈസ്തവ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തുന്നറിയാം? ഒരു മുസ്ലിമിനെ മലപ്പുറത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രൈസ്തവൻ വിജയിച്ച്, അതും മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടിൽ. ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി, ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം ലീഗിനല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിനെ കൊണ്ട് പറ്റുമോ ചാണക സംഖ്യകളെ? ഇനി അതൊക്കെ പോട്ടെ, CH മുഹമ്മദ് കോയ ഉണ്ടല്ല 50 ദിവസം കേരളം ഭരിക്കുമ്പോഴല്ല ഇവിടെ യാതൊരു കുഴപ്പമുണ്ടല്ല ചാണക സംഖ്യകളെ. അതുകൊണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി വന്നിട്ടുണ്ടല്ല, ഈ കേരളം ഉണ്ടല്ല ഒരു 5 വർഷം ഭരിച്ചാൽ ഇവിടെ ഒരു ഒലക്കിയും സംഭവിക്കൂല ചാണകങ്ങളെ. ആകെ സംഭവിക്കൊണ്ടല്ല, നിങ്ങൾ ചാണക സംഖ്യയുടെ കുരു ഉണ്ടല്ല, ആ കുരു ഇങ്ങനെ പൊട്ടി ഒലിക്കും. അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് ഈ ചാണക സംഖ്യയുടെ കുരു ഉണ്ടല്ല, ആ കുരു അതിമനോഹരമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടി കേട്ടാലോ? UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ KM ഷാജി, PK ബഷീർ, N ശംസുദ്ദീൻ, കല്ലട്ട മാഹിനാജി എന്നിവരാണ് പരിഗണനയിലുള്ളത്. തിങ്കളാഴ്ച തന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ചുമതലയേൽക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, 5 ക്യാബിനറ്റ് പദവി, 4 മന്ത്രിസ്ഥാനം, മറ്റൊരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവി എന്നായിരുന്നു നേരത്തെ കേട്ടത്. അതിൽ നിന്ന് മാറ്റം 5 മന്ത്രിസ്ഥാനം ലീഗിന് ലഭിച്ചേക്കുമെന്ന ഒരു തീരുമാനം, അത് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണോ? എന്താണ് ഒടുവിൽ നടക്കുന്ന ലീഗിലെ ചർച്ചകൾ? പ്രതിനമൃത, നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 മന്ത്രിസ്ഥാനം തന്നെ ലീഗിന് ലഭിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ നിർണയ കാര്യത്തിൽ പോലും മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ VD സതീശന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഒഴിവാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്ന് വളരെ ശക്തമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ലീഗ് UDF ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്, നേരത്തെ ഇത്രയും സീറ്റുകൾ നിയമസഭയിൽ മുസ്ലിം ലീഗിന് ഇല്ലാത്ത കാലത്ത് പോലും 5 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ മത്സരിച്ച് 27 സീറ്റിൽ 22 വിജയിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് 5 മന്ത്രിസ്ഥാനം ഉറപ്പായും വേണം. അതിനൊപ്പം തന്നെ ഒരു ക്യാബിനറ്റ് പദവി എന്നുള്ളതായിരുന്നു ആദ്യ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങിയ കാലത്തുള്ള ലീഗിന്റെ ആവശ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും ലീഗില്ല. UDF സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടികളിലേക്കും നടക്കില്ല. എന്തായാലും ലീഗിന് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള ഒരു ഉറപ്പ് പ്രകാരമാണ് 5 മന്ത്രിസ്ഥാനം ഉണ്ടാകും എന്നുള്ളത് അവർ കണക്ക് കൂട്ടുന്നത്. അല്ല, പിന്നെ എന്റെ അഭിപ്രായത്തിലുണ്ടല്ല 5 മന്ത്രിസ്ഥാനമല്ല ലീഗിന് കൊടുക്കേണ്ടത്, 7 മന്ത്രിസ്ഥാനം കൊടുക്കണം. അതിന്റെ കൂടെ ഉണ്ടല്ല സ്പീക്കറും, കേരളത്തിലെ സ്പീക്കറും ഇല്ല, നമ്മൾ ലീഗിന് തന്നെ കൊടുക്കണം. എന്നിട്ട് നമ്മളെ BJPന്റെ 3 MLA-മാരുണ്ടല്ല മുസ്ലിം ലീഗിന്റെ സ്പീക്കർ ഉണ്ടല്ല സാറേ എന്ന് വിളിക്കുന്നത് നമ്മളെ കേരളം കേൾക്കണം. ഇനി ചിലപ്പോൾ ഉണ്ടല്ല ഒരു മുസ്ലിമിനെ സാറേ എന്ന് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് BJPന്റെ MLA-മാരുണ്ടല്ല മൂന്നെണ്ണം ചിലപ്പോൾ രാജിവെക്കാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ കൊച്ചി കേരളത്തിലുണ്ടല്ല അതും സംഭവിക്കും. എന്നിട്ട് അവർ രാജിവെച്ച സ്ഥലത്തേക്കല്ല നമ്മൾ ഉള്ളി സുരേട്ടനും നമ്മുടെ ശോഭാ സുരേന്ദ്രനല്ലേ, നിഴൽ ശോഭ, അവർ രണ്ടാളും വീണ്ടും വന്ന് മത്സരിച്ചിട്ട് വീണ്ടും പരാജയത്തിന്റെ ലോക റെക്കോർഡ് ഉണ്ടല്ല അവർ കരസ്ഥാക്കും. ഇനി അതായിരിക്കും കേരളം കാണാൻ പോകുന്നത്, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഇനി എന്തൊക്കെയായാലും ലീഗിന്റെ മന്ത്രിമാരായാലും ഇനി കോൺഗ്രസിലുണ്ടല്ല ഒരു മുസ്ലിം മന്ത്രിമാരായാലൊക്കെ നമ്മളെ വിസർജന സംഖ്യയുടെ കുരുപൊട്ടലുണ്ടല്ല ഇങ്ങനെ കണ്ട് നമുക്ക് രസിക്കാട്ടാ. ഇവരുടെ കുരു ഉണ്ടല്ല, ഈ സംഖ്യയുടെ കുരു ഇനി അടുത്ത 5 വർഷത്തേക്ക് മനോഹരമായി പൊട്ടുന്നത് കണ്ട് കൊതി തീർക്കാം നമുക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിസർജനം ടിവിയിൽ വെച്ച് അതിമനോഹരമായി കുരുപൊട്ടുന്ന ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇനി ഒരു നല്ല സുലാൻ.